അത്ഭുതകരമായ വർണ്ണത്തിലല്ലയോ മദീന നഗരി? സകല നന്മയുടെയും തലസ്ഥാനം മദീനയല്ലയോ? സകല സുഹൃതങ്ങളുടെയും അടിസ്ഥാനവും മദീനയല്ലയോ? മലായികത്ത് പോലും അവരുടെ കണ്ണിനോട് ചേർത്ത് വെക്കുകയാണ് രാപ്പകൽ മദീന പട്ടണം. ഓരോ സമയത്തും റൗള ശരീഫിൽ ഇറങ്ങുന്നത് എണ്ണിക്കണക്കാക്കാൻ കഴിയാത്ത മലക്കുകളാണ് പരിശുദ്ധ റസൂലിന്റെ റൗളയിലേക്ക്. ഒരു പൂവിന്റെ മനോഹരമായ മൃദുലമായ അതിന്റെ കോമളത്വം കാണുമ്പോൾ ഞാൻ മദീനയിലെ മുള്ളുകൾ ഓർക്കുകയാണ്. മദീനയിലെ മുള്ളു പോലും ഈ പൂവിനേക്കാൾ കോമളമാണ്. മദീനയിൽ അർപ്പിക്കപ്പെട്ടവരെല്ലാം സ്വർഗത്തിലേക്കുള്ളവരാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നും കൂടി കാട്ടിത്തരുമോ ആ പ്രഭാതവും ആ പ്രദോഷവും? പുണ്യനബി ജീവിച്ചിരുന്ന കാലത്തെ രാവിലെയും വൈകുന്നേരവും ഒന്നുകൂടി കാട്ടിത്തരുമോ? പുണ്യ റസൂലിനെ പറ്റി പറയാൻ തെരഞ്ഞെടുക്കപ്പെട്ടത് മഹാഭാഗ്യം സല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യ റസൂലിനെ പറ്റി 4 വാക്ക് പറയാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോ തേനിലേക്ക് കുറുമ്പ് ചാലിട്ട് വരുന്ന പോലെ അധികവും ഒഴുകിയെത്തുന്നത് യുവതയാണ്, യുവാക്കളുടെ പ്രവാഹമാണ്. അതിന് പ്രത്യേകം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആ ചെറുപ്പക്കാരുടെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, ചില ആളുകൾക്ക് പുരോഗതി ലഭിക്കാൻ വേണ്ടി ഓടേണ്ടത് മുന്നോട്ടായിരിക്കാം, പക്ഷേ നീ പിന്നോട്ടോടണം. പുരോഗതി വേണമോ? അന്തസ്സ് വേണമോ? യശസ് വേണമോ? അഭിമാനം വേണമോ? दौड़ पीछे की तरफ ए गर्दिशे अയ്യാം തൂ. ദിവസങ്ങളുടെ ചംക്രമണമേ, വർഷങ്ങളുടെ ചംക്രമണമേ, ആയുസിന്റെ തിരയോട്ടമേ, ആയുസിന്റെ മരത്തിലെ വർഷങ്ങളുടെ ചംക്രമണമേ, നീ പിറകോട്ടോടൂ. എന്നിട്ട് ആ പ്രഭാതത്തെ തിരിച്ചു കൊണ്ടുവരൂ, ആ പ്രദോഷത്തെ തിരിച്ചു കൊണ്ടുവരൂ. പരിശുദ്ധ റസൂലിന്റെ പ്രഭാതം, മദീനയിലെ പ്രഭാതം. സല്ലല്ലാഹു അലാ മുഹമ്മദ്.